നവസുവിശേഷവൽക്കരണ യുഗത്തിൽ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ദൈവരാജ്യവേല വ്യാപിപ്പിക്കുവാനും സുവിശേഷത്തിന്റെ ചൈതന്യം അനേകരിലേക്ക് സൗരഭ്യമായി പകരുവാനും നിലപാടുകൾ കൈക്കൊള്ളുന്ന യുവവൈദികരുടെ ജീവിതത്തിലൂടെയാണ് ജോഷുവ എന്ന ഈ പ്രോഗ്രാമിന്റെ യാത്ര. ഇത് കാലടിക്കടുത്ത് ഈശോ സഭാ വൈദികരുടെ ആശ്രമമായ സമീക്ഷയിലെ ആത്മമിത്രയുടെ അമരക്കാരൻ ഫാദർ ടോബി കൊഴുപ്പക്കളം എസ്.ജെ. സ്കൂൾ കാലഘട്ടത്തിനും കോളേജ് കാലഘട്ടത്തിനുമിടയിലെ +2 കാലഘട്ടത്തിലെ യുവതി യുവാക്കൾക്ക് അവരുടെ ജീവിതത്തിന്റെ പരുപരുത്ത സംഘർഷങ്ങളിൽ ഒരു ഉത്തമ സഹായിയായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ആത്മമിത്ര. കേരളത്തിനു പുറത്തും അനേകം സ്കൂളുകളിൽ നന്മയുടെ സുഗന്ധമാകുവാൻ ഇവരുടെ ഈ സംരംഭത്തിന് കഴിയുന്നു. വിവിധ ജീവിത പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന ഈ കുട്ടികളിൽ പുത്തൻ പ്രകാശം നൽകുവാനും ജീവിതത്തിനെ പ്രത്യാശയോടെ കാണുവാനും സഹായിക്കുക എന്നതാണ് ഇവരുടെ പ്രവർത്തന ലക്ഷ്യം. പുത്തൻ ആശയങ്ങളോടെ സുവിശേഷ ചൈതന്യവും ക്രിസ്തു സ്നേഹവും സമൂഹത്തിന്റെ നന്മയ്ക്കായി മാറ്റുന്ന ഈ വൈദികന്റെ അനുഭവങ്ങൾ നമുക്ക് ശ്രവിക്കാം. ടോബിയച്ച, ജോഷുവ പ്രോഗ്രാമിൻ്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ, ജോഷുവ പ്രോഗ്രാമിൻ്റെ ആദ്യ എപ്പിസോഡിൽ അച്ഛൻ്റെ പങ്കുവെക്കലുകൾ ഞാൻ അന്ന് പരാമർശിച്ചതുപോലെ തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പ്രത്യേകിച്ച് ടോബി ജോസഫ് എങ്ങനെ ഒരു ജെസ്യൂട്ട് സഭാംഗമായി എന്നുള്ള അച്ഛൻ്റെ ആ ഒരു വൈദിക പരിശീലന കാലഘട്ടം, ദൈവവിളി തിരിച്ചറിഞ്ഞൊരു കാലഘട്ടം, അതിനുശേഷം ആ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് കരുതുന്ന ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ത്യാഗപൂർണമായ ഒരുക്കങ്ങളും, ഒടുവിൽ ഈ ആത്മമിത്ര എന്ന് പറയുന്ന അത്തരത്തിൽ ടീനേജേഴ്സായിട്ടുള്ള, പ്രത്യേകിച്ച് 11ാം ക്ലാസ് 12ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി അച്ഛൻ ഒരുക്കിയ ആ ഒരു പ്രോഗ്രാം, ഇന്നാവും നടക്കുന്ന ഒരു പ്രോജക്റ്റ്, അച്ഛൻ തന്നെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, 1600 കുട്ടികൾക്ക് വേണ്ടിയുള്ള അധ്യാപകനായി ഒതുങ്ങാതെ 10,000 ടീനേജേഴ്സിനെ സഹായിക്കുന്ന ഒരു വലിയ ഒരു സംരംഭത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നടത്തിപ്പുകാരനായി മാറാൻ അച്ഛന് കഴിഞ്ഞു. ഇന്ന് വലിയൊരു ടീമുണ്ട്. 36ഓളം കുട്ടികളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ന് ജീവിതത്തിലേക്ക് വരാൻ കാരണമായി എന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അച്ഛൻ, ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കുന്നത്, കുറച്ചുകൂടെ വ്യക്തതയോടെ എന്താണ് ഈ ആത്മമിത്ര എന്നും എന്താണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒന്ന് പങ്കുവയ്ക്കാമോ അച്ഛൻ? ഞങ്ങൾ ചെയ്യുന്നത് ഇതാണ്. ഞങ്ങൾ സ്കൂളുകളിൽ, കോളേജുകളിൽ, പള്ളികളിൽ, മസ്ജിദുകളിൽ, അമ്പലങ്ങളിൽ, മദ്രസകളിൽ, റെസിഡൻറ്റ് അസോസിയേഷൻസിൽ, ക്ലബ്ബുകളിൽ നമ്മളെ ക്ഷണിക്കുന്നതനുസരിച്ച് പോയി സെമിനാറുകളോ ക്യാമ്പുകളോ, അത് ക്യാമ്പുകൾ ചിലപ്പം ഡേ ഓൺലി പ്രോഗ്രാം ആയിരിക്കാം, ചിലപ്പോൾ റെസിഡൻഷ്യൽ പ്രോഗ്രാംസ് ആയിരിക്കും. നമ്മളത് നടത്തി കൊടുത്തിട്ട് പോരുന്നതിന് മുമ്പ് ഒന്നുകിൽ നമ്മുടെ വിസിറ്റിംഗ് കാർഡ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോരും, എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെയും കയ്യിൽ, അല്ലെങ്കിൽ നമ്മുടെ നമ്പറുകൾ, കോൺടാക്ട് നമ്പറുകൾ, ഹെൽപ്പ് ലൈൻസ് ഉണ്ട് നമുക്ക്, ആ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുത്തിട്ട് പോരും. അവർക്ക് ആവശ്യമുള്ളപ്പോൾ വിവാഹം വരെ, വിവാഹത്തിന് ശേഷമുള്ളത് നമ്മൾ പറയാത്തത്, നമ്മൾ ഫാമിലി കൗൺസിലിങ്ങിലേക്ക് പോകാൻ എക്സ്പേർട്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്, അതിനുള്ള പരിശീലനം നേടിയിട്ടില്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല അതിന് നമുക്ക് ചെയ്യുന്ന മറ്റു ഏജൻസികളുണ്ട്, ഒത്തിരി ഏജൻസികളുണ്ട്. അപ്പോൾ അതുവരെ, വിവാഹം വരെയുള്ള അവരുടെ ഏത് ആവശ്യത്തിലും അവർക്ക് നമ്മളെ വിളിക്കാം, സഹായം എടുക്കാം. നമ്മൾ പുറകെ ചെല്ലില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഫോർ എക്സാമ്പിൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മളുടെ കോൾ അങ്ങോട്ട് ചെല്ലുന്നത് യുക്തമായിരിക്കില്ല. അതേസമയം അതൊരു സൂയിസൈഡ് ടെൻഡൻസി ഉള്ള കുട്ടിയാണെങ്കിൽ, മാസ് അബ്യൂസിന് വിധേയമായൊരു കുട്ടിയാണെങ്കിൽ, വീണ്ടും അതിലേക്ക് റിലാപ്സിന് സാധ്യതയുള്ളൊരു കുട്ടിയാണെങ്കിൽ, വലിയ ലവ് അഫെയറിൽ വല്ലാതെ കുരുങ്ങി വീട്ടുകാരും നമ്മളും കൂടെ വളരെ ബുദ്ധിമുട്ടി തിരിച്ചെടുത്ത ഒരു കുട്ടിയാണെങ്കിൽ, അങ്ങനെയുള്ള കേസുകളിൽ കുടുംബാംഗങ്ങളുടെ അറിവോടെ നമ്മൾ തുടർന്ന് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വിശേഷം ചോദിക്കുകയും അവർക്ക് ഫോളോ അപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ഹെൽപ്പ് കൊടുക്കുന്നത്. അത് ഫോണിലൂടെ ആയിരിക്കാം, ഇമെയിലിലൂടെ ആയിരിക്കാം, മറ്റ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് മാധ്യമങ്ങളിലൂടെ ആയിരിക്കാം, നേരിട്ട് നമ്മുടെ സെൻറ്ററിൽ, അങ്കമാലിക്ക് അടുത്തുള്ള കാലടിയിലെ നമ്മുടെ സെൻറ്ററിൽ വന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ടീം അംഗങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിലോ പള്ളിയിലോ വെച്ചായിരിക്കാം അവർ വന്ന് നമ്മളെ കാണുകയോ സഹായം എടുക്കുകയോ ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു പ്രതിഫലവും പറ്റാതെ, നമ്മൾ ഫീസ് ഒന്നും ഈടാക്കാതെ, ഫീസ് പറയാതെ നമ്മൾ ആ സേവനം നടത്തി നമ്മൾ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്തിട്ട് പിന്മാറുന്ന ഒരു സംവിധാനമാണുള്ളത്.
അപ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ അവർക്ക് കൂട്ടുനിൽക്കും, അവരുടെ വിഷമങ്ങളിൽ അവർക്ക് ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അച്ഛൻ, നിങ്ങൾ ഈ സെമിനാർ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. സഹായം കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കാണ്. നമ്മുടെ ഒരു +1 +2 കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ അതിനുശേഷമുള്ള അവരുടെ ഒരു ടീനേജ് പ്രായത്തിലാണ്. വിവാഹം വരെ അവരെ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ ക്ലാസ്സുകൾ എടുക്കുന്നു, സെമിനാറുകൾ മദ്രസയിലും പല സ്ഥലങ്ങളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നു എന്ന് പറയുന്നത്, സ്കൂളുകളിലൊക്കെ, അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണോ ക്ലാസ്? കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഉദാഹരണത്തിന് യൂത്ത് ആനിമേറ്റേഴ്സ്, കാറ്റഗിസം ടീച്ചേഴ്സ്, അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ആ രീതിയിലുള്ളവർക്കും നമ്മൾ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ സെമിനാറുകളോ നടത്തി കൊടുക്കാറുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ക്രൈസിസുകളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക? എത്തരത്തിലുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരിക? ഞാൻ ഏകദേശം ഒരു 3-1 എന്ന ക്രമത്തിന് പറഞ്ഞാൽ, ഇന്ന് എൻ്റെ മുമ്പിൽ കൗൺസിലിങ്ങിന് വരുന്ന കുട്ടികളിൽ 1/3 ഭാഗം ഒരിക്കലെങ്കിലും അബ്യൂസിന് വിധേയരായിട്ടുള്ള കുട്ടികളാണ്. അതൊരു മേജർ ഏരിയയാണ്. കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരുമ്പോൾ ഒരു പക്ഷേ അത് ഞങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡെമോൺസ്ട്രേഷൻസ് നടത്തുന്ന പരിശീലന പരിപാടി കൊണ്ടാകാം അവർക്ക് നമ്മളോട് ട്രസ്റ്റ് തോന്നിയിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് പറയുന്നത്. ഇത് കേരളത്തിൻ്റെ ഡെമോഗ്രഫിയുടെ 1/3 ഭാഗം എന്നൊന്നും ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ അടുത്ത് പേഴ്സണലി കൗൺസിലിങ്ങിന് വരുന്നവരിൽ 1/3 ഭാഗം സെക്സ് അബ്യൂസ് വിക്ടിംസാണ്. ഒരിക്കലെങ്കിലും അബ്യൂസിന് വിധേയരായിട്ട് ചെറിയ രീതിയിൽ എങ്കിലും ഒരു മുറിവ് കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു മേജർ മേഖല. ഞാനത് അല്പം ഒരു തിരിച്ചറിവ് കാഴ്ചക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറയാവുന്ന ഒരു കാര്യം ഇതാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിത് പരിശീലനം ഈ മേഖലയിൽ തുടങ്ങിയ കാലഘട്ടത്തിൽ പൂനെയിൽ 8ാം ക്ലാസ്സിൽ സെക്സ് എഡ്യൂക്കേഷൻ നടത്താൻ ഒരുങ്ങുമ്പോൾ സ്കൂൾ നടത്തുന്ന സിസ്റ്റേഴ്സ് ഞങ്ങളെ വഴക്ക് പറയുമായിരുന്നു. 8ലെ പിള്ളേർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്ത് നിങ്ങൾ അവരെ മോശമാക്കാൻ പോവുകയാണോ എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ ഇന്ന് അതേ സിസ്റ്റേഴ്സ് അതേ സ്ഥാപനങ്ങളിൽ 5ലും 6ലും നമ്മൾ അബ്യൂസ് അവെയർനെസ് കൊടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ പറ്റുമെങ്കിൽ 2ലും 3ലും കൂടെ കൊടുക്കച്ചാന്ന് പറയുന്ന സാഹചര്യമാണുള്ളത്. ഇതിന് പ്രായമില്ല, ഇത് ആർക്കും സംഭവിക്കാം. നമുക്ക് കേരളത്തിൽ തന്നെ കേസുകൾ അത്തരത്തിൽ ഒത്തിരിയുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാന മേഖല പേരൻറ്റിങ്ങിൽ വന്ന ദോഷം കൊണ്ട് മക്കൾക്കുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. ഒന്നുകിൽ ടീനേജിൽ അവരെ പൂർണ്ണമായിട്ടും അവരെ ഗൈഡ് ചെയ്യേണ്ട പ്രായത്തിൽ അപ്പൻ കൂടെ ഇല്ലാതെ വരിക, അമ്മ കൂടെ ഇല്ലാതെ വരിക മോൾക്ക്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ വന്നിട്ടുള്ളൊരു ഇൻഡിഫറൻസ്, ഒരു റിബല്യസ് മെൻറ്റാലിറ്റി, വല്ലാതെ നിയന്ത്രിക്കപ്പെടാതെ വളർന്ന ഒരു റിബല്യസ് മെൻറ്റാലിറ്റി, അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ. പിന്നെ മൂന്നാമത്തെ മേഖലയിൽ പഠന സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, പഠിക്കാൻ പറ്റാതെ ആവുക, അല്ലെ ജീവിതത്തിൽ സ്വപ്നങ്ങളില്ലാതാവുക. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അത് വ്യത്യസ്ത തരം അഡിക്റ്റീവ് ബിഹേവിയേഴ്സിൻ്റെ സ്വാധീനത്തിൽ പഠനത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മൂന്നാമത്. അപ്പം ഏകദേശം 3-1 3ഉം തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. സ്ട്രിക്റ്റ് ആയിട്ടല്ല എങ്കിൽ പോലും ഏകദേശം 3-1 ഇത് 3ഉം തിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മാതാപിതാക്കളുടെ ഒരു റോളിന് അത് ഒത്തിരി പ്രാധാന്യമില്ലേ അച്ഛാ? ഒത്തിരി വലിയ പ്രാധാന്യം. മാതാപിതാക്കളുടെ മാത്രമല്ല ഞാൻ പറയുക, ഇപ്പോൾ കത്തോലിക്ക കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സൺഡേ സ്കൂളിൻ്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. നമ്മുടെ തലമുറയിൽ നമ്മുടെ ഉള്ളിലേക്ക് വിശ്വാസം ഏത് രീതിയിൽ ഉജ്ജീവിപ്പിക്കപ്പെട്ടോ ആ രീതിയിൽ ഇന്ന് ഉജ്ജീവിപ്പിക്കപ്പെടുന്നില്ല. കാര്യം നമ്മൾ പലതരത്തിൽ വളരെ നിർണായകമായ രീതിയിൽ നമ്മൾ പലതരത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, സിലബസുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്, സ്കൂളിലേതുപോലെ പലതും നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ ഒരു ചോദ്യം എനിക്കുള്ളത് ഇതാണ്: നീണ്ടു നിൽക്കുന്ന ഈ പരിശീലന പരിപാടിയുടെ അവസാനം സെൻഡ് ഓഫും കൊടുത്ത് നമ്മൾ കുട്ടികളെ ഫെയ്ത്ത് ലൈറ്റിംഗ് സെറിമണിയും നടത്തിയിട്ട് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത ഞായറാഴ്ച പള്ളിയിൽ കയറാതെ തിണ്ണയിൽ അപ്പുറത്തേക്ക് നോക്കിയിരുന്നാൽ അവളുടെ ഉള്ളിൽ വിശ്വാസത്തെ ജ്വലിപ്പിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ, ആ കുട്ടിയുടെ ജീവിത പ്രശ്നങ്ങളിലെങ്കിലും, മറ്റെല്ലാം മാറ്റിവെക്കുക, ജീവിത പ്രശ്നങ്ങളിലെങ്കിലും ദൈവമേ എന്ന് വിളിക്കാൻ തക്ക പോലെ നമ്മൾ അവരുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു തിരിച്ചറിവ് ഇതാണ്: നമ്മൾ കുട്ടികളെ പ്രശ്നങ്ങളിൽ സഹായിക്കുമ്പോൾ നമ്മുടെ ശാരീരികമായ, ആത്മീയമായിട്ടുള്ള, മാനസികമായിട്ടുള്ള അയോഗ്യതകൾക്കുള്ളിൽ പോലും ചിലപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച് സംസാരിക്കുന്ന കൊച്ചാച്ചാ ഞാൻ ഈശോയുടെ കയ്യിലെ പിടിച്ചേക്കണേന്ന് പറയുമ്പോൾ, എൻ്റെ യോഗ്യതകൾക്ക് അപ്പുറത്ത് അത് പറയുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ വിശ്വാസം ജ്വലിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈശോ എന്നുള്ള ചിന്ത ടോട്ടലി ഒരു പക്ഷേ ഫോഴ്സ് ചെയ്ത അവൻ്റെയോ അവളുടെയോ മാതാപിതാക്കൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാകാം. എന്നിട്ട് പോലും നമ്മൾ അയോഗ്യാവസ്ഥയിൽ നിന്ന് നമ്മൾ കരുതുന്ന നിമിഷങ്ങളിൽ പോലും നമ്മുടെ കയ്യിൽ തൊട്ട് നിൽക്കുമ്പോൾ
ആ കൊച്ച് ഈശോയുടെ കൈയില തൊട്ട് നിന്നത്, അല്ലെങ്കിൽ എൻ്റെ മരിച്ചുപോയ പപ്പയുടെ മമ്മയുടെ കൈകളില തൊട്ട് നിന്നതെന്ന് പറയുമ്പോൾ ആരൊക്കെയോ കൂടുതൽ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഫീൽ എൻ്റെ വിശ്വാസത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന. ഒരു പക്ഷേ ഞാൻ മണിക്കൂറുകൾ അടുപ്പിച്ച്, ചിലപ്പോൾ രാത്രി 11, 11:30, 12 മണിക്കും എൻ്റെ മുമ്പിൽ നിന്ന് ഒരു കുടുംബം പോയിട്ടുണ്ടാവില്ല. ആ സമയത്ത് പോലും എൻ്റെ സെൻറ്ററിൽ എന്നെ കാണാനായിട്ടൊരു കുടുംബം കാത്തു നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് പോലും ക്ഷീണിക്കാതെ, ഒരു പക്ഷേ ഉറക്കം തൂങ്ങാതെ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരെ സഹായിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതാണ്. ഞാൻ ഇതിനകത്തൊരു കാര്യം കൂടി അച്ഛനോട് ചോദിക്കുന്നത്, ഇത് കുട്ടികൾ ഇങ്ങനെ വരുന്ന കുട്ടികളുടെ ഉള്ളിൽ, കാരണം പലപ്പോഴും ഈ ഒരു അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ ഒരു വെളിച്ചം കാണാത്തത് കൊണ്ട് തന്നെയാണല്ലോ. പക്ഷെ അച്ഛൻ പറയുന്നു, അച്ഛൻ്റെ വാക്കുകളിൽ വളരെ ക്ലിയറാണ്, അച്ഛനെ കാണുന്നവർ, അച്ഛനുമായിട്ട് ഇടപെടുന്നവർ, അച്ഛനും ഇതിന് ദൈവം ഒരു പ്രത്യേക ഒരു ക്യാരിസം തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ട്. അച്ഛൻ്റെ ഇതിലൂടെ അച്ഛൻ അവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നൊരു ചിന്ത അച്ഛനുണ്ടോ? എനിക്കത് ഉണ്ട്. കത്തോലിക്ക കുട്ടികൾക്ക് മാത്രമല്ല, ഇതര മതസ്ഥർക്ക് പോലും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതര മതസ്ഥർ പോലും ആ രീതിയിൽ ആത്മീയമായിട്ട് ഉണർന്നവരായിട്ട്, ധ്യാനം എന്ന വാക്ക് ഉപയോഗിച്ചാണ് പലപ്പോഴും സ്ഥാപനങ്ങൾ നമ്മുടെ അടുത്തേക്ക് ആ കുട്ടികളെ വിടുക. നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പം ധ്യാനമല്ല, ഇത് ക്യാമ്പാണെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുക. പക്ഷെ അവസാനിക്കുമ്പോൾ ഈ വിലയിരുത്തൽ സമയത്ത് അവർ വീണ്ടും എഴുതും, ഈ ധ്യാനം നല്ലതായിരുന്നു എന്ന രീതിയിൽ എഴുതുന്ന ഒരു രീതി. അതായത് സ്പിരിച്വലി പോലും അവർക്ക് ഫലങ്ങൾ കിട്ടുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. ഇതര മതസ്ഥർക്ക് പോലും നമ്മൾ വ്യക്തമായിട്ട് അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് ഒന്നും അവരെ പഠിപ്പിക്കാഞ്ഞിട്ട് പോലും ആ രീതിയിൽ അത് കിട്ടുന്നതായിട്ടാണ് എൻ്റെ അനുഭവം. അച്ഛനെ ഈ ഇതര മതസ്ഥരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, ഒരുപക്ഷെ ഇന്ന് പൊതുവേ നമ്മളുടെ സാഹചര്യങ്ങളിലൊക്കെയും ഈ ഒരു ഓപ്പൺനെസ്സൊക്കെ പല സ്ഥലത്തും കുറഞ്ഞു വരുന്നൊരു പശ്ചാത്തലത്തിൽ അച്ഛന് ധാരാളം അത്തരമൊരു ഓപ്പൺനെസ്, അച്ഛനുള്ളതുകൊണ്ടാവാം അച്ഛനും അത്തരത്തിലുള്ള ഓപ്പൺനെസ് കിട്ടുന്നത് ഈ മറ്റ് മതവിഭാഗങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ. കാരണം ഈ ഒരു പ്രശ്നം ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ലല്ലോ, ഈ ടീനേജേഴ്സിലെ കുട്ടികളുടെ ക്രൈസിസ് എന്ന് പറയണത്. എങ്ങനെ അച്ഛൻ ഇങ്ങനത്തെ ഒരു പ്രവർത്തന മേഖലകൾ അച്ഛനെ എങ്ങനെ തോന്നുന്നു? പ്രത്യേകിച്ച് അന്യമതസ്ഥരുമായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഉള്ള ഈ ഒരു ഓപ്പൺനെസ്, അത് വലിയൊരു കാര്യമാണല്ലോ. അതെങ്ങനെ സാധ്യമാവുന്നു? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ചെറുപ്പകാല സംഭവങ്ങളെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ നടന്ന ആ റിഫ്ലക്ഷൻ എന്നെ അതിന് സഹായിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, എൻ്റെ തൊട്ട അയൽവക്കത്തെ ഏതാനും വീടുകൾ ഹൈന്ദവ വീടുകളുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നവർ. അപ്പോൾ അവരെ ആദരിച്ചാണ്, അവരെ എല്ലാ കാര്യങ്ങളിലും ക്ഷണിച്ച്, വീട്ടിലേക്ക് ക്ഷണിച്ച് അങ്ങോട്ട് സന്ദർശിച്ചൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞു കൊണ്ടിരുന്നത്. ഞാൻ വേറൊരു വിധത്തിൽ പറയാറുള്ള ഒരു കാര്യം ഇതാണ്, എൻ്റെ അമ്മയെക്കാളും കൂടുതൽ ഒരു പക്ഷേ എന്നെ ചെറുപ്പത്തിൽ കുളിപ്പിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഹൈന്ദവ മുസ്ലിം സ്ത്രീകളാണ്, ജോലിക്കാരായിട്ട് വരുന്ന സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമുദായങ്ങളോട് എനിക്ക് ഒരു കാരണവശാലുമുള്ള എതിർപ്പ് മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല. വേറൊന്നും ഞാൻ കാണുന്നത്, ഞാനിപ്പോൾ ആയിരിക്കുന്നത് സമീക്ഷ കുടുംബത്തിലാണ്. സമീക്ഷ നമ്മുടെ കേരള കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് തന്നെ മതങ്ങളുടെ സംവാദത്തിന് വേണ്ടി, മതങ്ങളുടെ സൗഹൃദത്തിന് വേണ്ടി നിലകൊള്ളുന്നൊരു സ്ഥാപനമാണ്. എല്ലാ മതസ്ഥരും വന്നു പോകുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ആ വിധത്തിൽ എനിക്കങ്ങനെ ഒരു സമുദായത്തെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ഞാൻ മലപ്പുറം ജില്ലയിൽ ജനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടനവധി സുഹൃത്തുക്കൾ മുസ്ലിംസ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിച്ചതിന് പിന്നിലൊരു ഹൈന്ദവ സ്ത്രീയുണ്ട്, ഗിരിജ എന്ന പേരിലൊരു ടീച്ചറുണ്ട്. ആ ടീച്ചർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അതും കൂടാതെ എനിക്ക് പറയാവുന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വലിയ സ്വപ്നം, നടക്കാതെ പോയൊരു സ്വപ്നം, ഒരു പക്ഷേ അധികാരികൾ അനുവദിക്കാതിരുന്നൊരു സ്വപ്നം അഫ്ഗാനിസ്ഥാൻ മിഷനാണ്. ടോട്ടലി ഓൾമോസ്റ്റ് 100% മുസ്ലിം ആയിട്ടുള്ള ഒരു രാജ്യത്ത് പോയി സേവനം നടത്താനുള്ള എൻ്റെ ആഗ്രഹം നടന്നില്ല എന്നുള്ളതും എൻ്റെ മനസ്സിൻ്റെ പശ്ചാത്തലത്തിൽ കിടപ്പുണ്ട്. ഇതെല്ലാം ഒരു പക്ഷേ എല്ലാ മതസ്ഥർക്കും ഒരുപോലെ. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവം ആരുടെയും കുത്തകയല്ല. എൻ്റെ ദൈവം എല്ലാവർക്കും ഉള്ളതാണ്. ആ ദൈവത്തിൻ്റെ കാരുണ്യം, പ്രത്യേകിച്ച് കാരുണ്യ വർഷത്തിൻ്റെ പശ്ചാത്തലത്തിലും കൂടെ ആ ദൈവത്തിൻ്റെ കാരുണ്യത്തെ എല്ലാവരുടെയും മുമ്പിൽ എത്തിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ കുട്ടികളോട് നേരിട്ടെടുക്കുന്ന ഒരു കാഴ്ചപ്പാട് അത്തരത്തിൽ എന്നോടും ഒരു പക്ഷേ യേശുവിനോടും കത്തോലിക്ക സഭയോടും ആളുകളെ അടുപ്പിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിതാണ് ഞാൻ പറയാറുള്ളൊരു വാക്കുകൾ. പോപ്പ് ഫ്രാൻസിസിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാക്കിതാണ്, നിങ്ങൾ പാപം ചെയ്ത് മടുത്തിട്ടുണ്ടാവും, നിങ്ങൾ കുമ്പസാരിച്ചും മടുത്തിട്ടുണ്ടാവും, പക്ഷേ കർത്താവായ ദൈവം പുറത്തും മടുത്തിട്ടില്ല. അപ്പോൾ എത്ര വലിയ കുറ്റമാണെങ്കിലും മോനെ തുറന്നു പറ, നിൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ, എൻ്റെ മുമ്പിൽ നീ തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ ആരും നിന്നോട് പിണങ്ങില്ല, ഞങ്ങൾ ആരും നിന്നെ വഴക്ക് പറയില്ല, നിൻ്റെ മാതാപിതാക്കൾ നിന്നെ അടിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം.
ഇത് കഴിയുമ്പോൾ, നീ പറഞ്ഞു കഴിയുമ്പോൾ നിൻ്റെ അപ്പനും അമ്മയും നിനക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമെന്ന് ഞാൻ ഉറപ്പ് തരാം. ഞാൻ അവരെ കൊണ്ടത് ചെയ്യിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയുക ഇതാണ്, ഇനി ആ അപ്പനും അമ്മയും നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ അംഗീകരിക്കും, ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. അപ്പോൾ ആ വിധത്തിൽ ഒരു അംഗീകാരം കൊടുക്കുന്ന, അതായത് തെറ്റ് ചെയ്ത ആളെയും തിരിച്ച് ചേർക്കാൻ ഒരു വെമ്പൽ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ നമ്മളെ ആത്മാർത്ഥമായിട്ട് തുറന്ന് ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ വഴിക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ആ കുട്ടികൾ പിന്നെ നമ്മളുടെ കൈ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നതും. എനിക്കത് വലിയൊരു തിരിച്ചറിവില്ല. അപ്പോൾ ഈ കാരുണ്യത്തിൻ്റെ ഒരു വിധം ഞാൻ പറയും, കാരുണ്യത്തിൻ്റെ അപ്പസ്തോലന്മാരെ പാപ്പ എല്ലായിടത്തേക്കും വിട്ടിട്ടുണ്ട്. ഞാൻ അതിലൊരാളല്ല എങ്കിൽ പോലും കാരുണ്യത്തിൻ്റെ അപ്പസ്തോലനാകാനാണ് ഇന്ന് അത്തരത്തിലെ ഓരോ വൈദികനും, അത് ഏത് മതസ്ഥരുടെ ഇടയിലാണെങ്കിലും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ എല്ലാ ഇടവകകളിലും ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങൾ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെയും കാരുണ്യത്തിൻ്റെ അപ്പസ്തോലന്മാരായിട്ട് നമ്മൾ നേരിട്ടോ അല്ലാതെയോ ആകാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് എനിക്കുള്ളത്. അച്ഛാ, ഒരുപക്ഷെ കരുണയുടെ വർഷത്തിലും ഈ ഒരു ഷെയറിങ് വളരെ, പ്രത്യേകിച്ച് എനിക്ക് ആ പാപ്പയുടെ വാക്കുകൾ വീണ്ടും വീണ്ടും വളരെ ഒരു രസകരമായി പക്ഷേ വളരെ ഹൃദ്യമായി തോന്നുന്ന വാക്കുകളാണ്. കാരണം നിങ്ങൾ പാപം ചെയ്തും കുമ്പസാരിച്ചും ഒക്കെ മടുത്തിട്ടുണ്ടാവും, പക്ഷേ പിതാവായ ദൈവം പുറത്തു മടുത്തിട്ടില്ല എന്ന് പറയുന്നത് ആ ഒരു തുറവിയും ആ ഒരു പ്രതീക്ഷയുമാണ് ഒരുപക്ഷെ ഇന്നത്തെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അച്ഛൻ പറഞ്ഞല്ലോ, അച്ഛൻ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയ കാര്യമൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് പരാമർശിച്ചു പോയി. അച്ഛൻ എത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് എഴുതിയത്? പക്ഷേ പുസ്തകങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ അച്ഛൻ? ഞാൻ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ഒട്ടുമിക്കതും തന്നെ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉപയോഗിക്കാനുള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള, ഈ ഏജ് ഗ്രൂപ്പ് ആവണമെന്നില്ല, സ്കൂളുകൾ തൊട്ട് കോർപ്പറേറ്റ് ട്രെയിനിങ് രംഗത്ത് വരെ പ്രവർത്തിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങളാണ്. സോൾട്ട് ആൻഡ് സ്പൈസസ് എന്ന സീരീസിൽ 2 വോളിയങ്ങളും സ്പാർക്സ് എന്ന സീരീസിൽ 4 വോളിയങ്ങളും, പിന്നെ കുട്ടികൾക്ക് അവരുടെ ഓർമ്മശക്തി കൂട്ടാനും ഏകാഗ്രത കൂട്ടാനും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും സഹായിക്കുന്ന രീതിയിൽ ഒരു പുസ്തകവും. ഈ 3 സീരീസും തുടരാനുള്ളതാണ്. കൂടുതൽ പുസ്തകങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യപ്പെടാനുള്ളതാണ്. ഇപ്പം ഞങ്ങൾ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും യൂത്ത് ആനിമേറ്റേഴ്സിനും പറ്റുന്ന രീതിയിൽ, കുട്ടികൾക്കും പറ്റുന്ന രീതിയിൽ ഓരോ ചെറിയ ബുക്ക്ലെറ്റുകൾ പ്ലാൻ ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലും നമ്മുടെ സേവനം, നമ്മൾക്ക് കിട്ടിയ തിരിച്ചറിവുകൾ നമ്മൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാതെ അത് പുറത്തേക്ക് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്, മറ്റുള്ളവർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ താങ്ങാകാൻ. അപ്പോൾ ആ വിധത്തിൽ ഞാനോ എൻ്റെ ടീമോ ഇത് കുത്തകയായിട്ട് സൂക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയ തിരിച്ചറിവുകൾ മറ്റ് കാര്യങ്ങൾ, പേരുകളോ സ്ഥലങ്ങളോ ഒന്നും വെളിപ്പെടുത്താതെ തിരിച്ചറിവുകളായിട്ട് പുറത്തേക്ക് കൊടുക്കാനാണ്. അത് ഒരു എക്സസൈസ് ആയിരിക്കാം, ഒരു റിസോഴ്സ് ആയിരിക്കാം, ഡിജിറ്റലായിട്ടുള്ള പ്രിൻ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ആയിരിക്കാം, പുറത്തേക്ക് പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും ഞങ്ങൾക്ക് തരുന്നു, ഞങ്ങളുടെ റിസോഴ്സസും വലുതാകുന്നു എന്നുള്ള തിരിച്ചറിവ്. അച്ഛൻ്റെ ഈ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് ഈ തിരക്കിനിടയിലും ഈ ഇത്തരം പുസ്തക രൂപത്തിൽ ഇത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് വലിയൊരു ഉപകാരമായിരിക്കും. കാരണം ഈ മിനിസ്ട്രിയിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല, മറ്റു പലർക്കും ഇതൊരു വലിയൊരു ടൂളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അച്ഛൻ്റെ ഷെയറിങ്സിൻ്റെ ആദ്യം മുതൽ ഞാൻ ശ്രദ്ധിച്ച ഓരോ സമയത്തും അച്ഛൻ്റെ ഒരു വലിയൊരു മിഷണറി തീഷ്ണതയാണ് അച്ഛനെ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഒരു പ്രശ്നത്തിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുള്ളത് മാത്രമല്ല, കർത്താവ് അച്ഛനെ ഒരു വൈദികനായി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു പ്രേക്ഷിതനായി ജീവിക്കാനാണെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ ഒതുങ്ങണ്ട എന്ന് അച്ഛൻ ആലോചിച്ചതും. ആ ഒരു വലിയൊരു പ്രേക്ഷിത തീഷ്ണതയാണ് അച്ഛനെ ഇന്ന് ഈ പ്രവർത്തനരംഗത്ത് എത്തിക്കുന്നത്. അത്തരത്തിൽ ഒരു കത്തോലിക്ക ഈശോ സഭ അംഗ വൈദികനായ അച്ഛൻ്റെ ആ ഒരു മിഷണറി തീഷ്ണതയെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകരോട്, ഇന്നത്തെ ഈ തലമുറയോട് അച്ഛന് ഇതുമായി ബന്ധപ്പെട്ട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്ന് മരിക്കാൻ തയ്യാറാണോ എന്നുള്ളത്. ഇത് ആത്മഹത്യാ പ്രവണതയുണ്ടോ എന്ന അർത്ഥത്തിലല്ല, ജീവിച്ച് മതിയായോ, പോസിറ്റീവായിട്ട് ജീവിച്ച് മതിയായോ എന്നുള്ളത്. എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഐ എം റെഡി ടു ഡൈ ടുഡേ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ 4.5 വർഷം കൊണ്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ നേരത്തെ പറഞ്ഞ 36 കുട്ടികളുടെ പേരുകൾ കാണുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചലനം വളരെ വലുതാണ്. എനിക്ക് പകരം ജീവിക്കാൻ 36 പേര് ഇവിടെ ഉണ്ട് ഓൾറെഡി. അത് വേറെ പലതരത്തിൽ നമ്മൾ അബ്യൂസ് കേസുകളിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്തിട്ടുള്ള കുട്ടികൾ, അങ്ങനെ പലതരത്തിൽ ചിന്തിക്കുമ്പോൾ ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ്, ഐ എം സാറ്റിസ്ഫൈഡ്, ഐ എം ഫുൾഫിൽഡ് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം പ്രേക്ഷകരുടെ മുമ്പിൽ ഇതാണ്, ക്യാൻ വി സേ ലൈക്ക് ദാറ്റ്? ഞാനത് പൂർണ്ണാർത്ഥത്തിൽ 100% പൂർണ്ണതയോടെ പറഞ്ഞു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതിലും ഒരു പക്ഷേ ശ്രേഷ്ഠമായ രീതിയിൽ ഞാൻ 1-2 വർഷം കഴിയുമ്പോൾ പറയുമായിരിക്കും, അല്ലെ അതിലും മോശമായ അവസ്ഥയിലേക്ക് ഞാൻ പോകുമായിരിക്കും. പക്ഷേ ഞാനും
പ്രേക്ഷകരും അടങ്ങുന്ന സമൂഹത്തോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: വിൽ വി ഹാവ് സച്ച് എ ഫീലിംഗ് സം ടൈം, സം ഡേ, സംവെയർ? ഇപ്പം ഞാനത് സൂര്യൻ എന്നുള്ള പ്രതീകം ഉപയോഗിച്ച് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ അസ്തമയം നമ്മുടെ മരണത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് എടുത്താൽ, സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യൻ്റെ മൂഡ് എന്താണ്? സംതൃപ്തിയുടേതാണ്. അതായത് ഈ പകൽ മുഴുവൻ എന്നെ ഏൽപ്പിച്ച ഭൂമിയുടെ ഈ അർദ്ധഗോളത്തെ പ്രകാശിപ്പിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് സൂര്യൻ വിടവാങ്ങുന്നത്. അതേ സമയത്ത് നമ്മുടേത് എന്തായിരിക്കണം? എന്നെ ഏൽപ്പിച്ച, എൻ്റെ ഈ ആയുഷ്കാലത്ത് എന്നെ ഏൽപ്പിച്ച ജീവിതങ്ങളെ പ്രകാശിപ്പിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ വേണം ഞാനും വിടവാങ്ങാൻ. സൂര്യൻ വിടവാങ്ങുമ്പം ചന്ദ്രൻ ഉദിക്കുന്നു. ചന്ദ്രന് സ്വന്തമായിട്ട് പ്രകാശമില്ല. ചന്ദ്രൻ സൂര്യൻ്റെ പ്രകാശത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഞാനെന്ന സൂര്യൻ അസ്തമിക്കുമ്പോൾ എനിക്ക് പകരം എൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുവാൻ ഇവിടെ ചന്ദ്രന്മാരുണ്ടാവുമോ? എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് ജീവിത മേഖലയിലുള്ളവരായാലും, സന്യാസത്തിലുള്ളവരായാലും, പൗരോഹിത്യത്തിലുള്ളവരായാലും, ആത്മായ ജീവിതത്തിലുള്ളവരായാലും, ഇതര മതങ്ങളിൽപ്പെട്ടവരായാലും നമ്മൾ കൊടുക്കേണ്ട ഒരു ഉത്തരം ഇതാണ്: നമ്മളുടെ ജീവിതത്തിന് ശേഷം നമ്മുടെ മൂല്യങ്ങളും നമ്മളുടെ ദർശനങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ വിശ്വാസവും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കളോ, നമ്മൾ നയിച്ചവരോ, നമ്മൾ പഠിപ്പിച്ചവരോ, നമ്മളെ കണ്ട് വളർന്നവരോ ഒക്കെ ഉണ്ടാവുമെങ്കിൽ നമ്മുടെ ജീവിതം അന്വർത്ഥമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ചെറിയ തോതിലൊക്കെ അതിൻ്റെ സൂചനകൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഇന്ന് ഞാൻ മരിക്കാൻ തയ്യാറാണ്. അച്ഛാ, ഏറെ സന്തോഷം. കാരണം യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ആളുകൾ ഞാൻ ജീവിക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മരണത്തിന് ഒരുങ്ങുക എന്ന് പറയുന്നത്. അത് ഒരുക്കെന്ന് ഞാൻ പറയുന്നത്, അച്ഛൻ പറയുന്നത് പോലെ എന്നെ ഇക്കാലഘട്ടത്തിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോട് ഞാൻ വിശ്വസ്തനായിരുന്നു എന്നൊരു അച്ഛൻ്റെ ആ ഒരു വാക്കുകളിലെ തീഷ്ണതയിൽ നിന്ന് തന്നെ വളരെ ക്ലിയറാണ്. ദൈവം ഏൽപ്പിച്ച ഈ ഒരു കാലഘട്ടം മുഴുവൻ വിശ്വസ്തയോടെ ജീവിക്കാൻ അച്ഛൻ കാണിച്ച ഉത്സാഹം, തീഷ്ണത അനേകർക്ക് പ്രചോദനമാണ്. നമ്മുടെ ഈ 2 എപ്പിസോഡിലും അച്ഛൻ വളരെ ഹൃദ്യമായി പങ്കുവച്ച കാര്യങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സമൂഹത്തിന് തന്നെ വലിയൊരു പ്രതീക്ഷയാണ്. ഒരുപക്ഷെ എന്ത് ചെയ്യുമെന്നറിയാത്ത മാതാപിതാക്കൾക്കൊരു പ്രത്യാശയാണ്. അച്ഛനിലൂടെ കർത്താവ് ഈശോ മിശിഹായെ രൂപപ്പെടുത്തിയ ഈ ആത്മമിത്ര എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്രോജക്റ്റ് ഈ കാലഘട്ടത്തിനൊരു ഉത്തരവാണ്. ഇനിയും ഇന്നത്തെ ഈ ഒരു തലമുറയ്ക്ക് യേശുവിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ, ആ പ്രകാശം കാണിച്ചു കൊടുക്കാൻ, അവരെ പ്രത്യാശയുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അച്ഛനെ തീർച്ചയായിട്ടും ദൈവം അനുവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതിൻ്റെ ഒപ്പം അച്ഛൻ മരിക്കാൻ തയ്യാറാണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ പോയി സുവിശേഷം പ്രഘോഷിക്കാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ജോഷുവ ഇപ്പം ഈ പ്രോഗ്രാമിൽ അച്ഛൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിന് നന്ദി. പുത്തൻ ആശയങ്ങൾ, പുത്തൻ രീതികൾ, പുത്തൻ കൂട്ടായ്മകൾ, ഇവയൊക്കെയാണ് പുത്തൻ കാലഘട്ടത്തിൻ്റെ വർണ്ണചിത്രങ്ങൾ. അതെ, ആത്മമിത്രയും ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ്. സുവിശേഷത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു ദീപനാളം, യൗവനത്തിലേക്ക് ചുവടുവയ്ക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു മാർഗദീപമാകുന്ന സംരംഭം. സുവിശേഷത്തിൻ്റെ സുഗന്ധം പേറുന്ന പുത്തൻ ചുവടുവയ്പ്പുകൾ, സുവിശേഷത്തിൻ്റെ പ്രകാശം പരത്തുന്ന പുത്തൻ ഗോപുരങ്ങൾ, നല്ല ഇടയൻ്റെ ചുവടെ സഞ്ചരിക്കുന്ന ഇന്നിൻ്റെ ഇടയന്മാർ. ജോഷ്വായുടെ പിന്മുറക്കാർക്ക് നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും, വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.